നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത കാറ്റിലും മഴയിലും വീടുകളും വാഹനങ്ങളും തകർന്നു. ഇന്നലെ 3 മണിയോടെയായിരുന്നു കാറ്റ് വീശിയത്. ബൈപ്പാസ് റോഡിലും ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പേരാമ്പ്രയിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും തെങ്ങുകൾ വീണും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയായിരുന്നു ശക്തമായ മഴയും കാറ്റും. പേരാമ്പ്ര ടൗണിലെ കുട്ടമ്പത്തി രാജൻ, റോസ് വില്ലയിൽ വിജയലക്ഷ്മി നമ്പ്യാർ, ചേനോളി റോഡിലെ ചെറുവറ്റ് ജയകൃഷ്ണൻ, സിൽവർ കോളേജിന് സമീപത്തെ മൊട്ടമ്മൽ കുഞ്ഞമ്മദ് എന്നിവരുടെ വീടുകളാണ് തെങ്ങ് വീണ് തകർന്നത്. പൈതോത്ത് റോഡ് ബൈപ്പാസ് ജംഗ്ഷനിൽ കൂറ്റൻ മരം കടപുഴകി വീണ് 2 കാറുകൾക്കും 1 സ്കൂട്ടിയും തകർന്നു. സമീപത്തെ മഴ കണ്ട് കാറിൽ കയറിയ ഉടനെയായിരുന്നു മരം കാറിന് മുകളിൽ വീണത്. ഈ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറുകളും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് വാഹനങ്ങൾ പുറത്തെടുത്തത്. ചെമ്പ്ര റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന D4 ബിൽഡേഴ്സ് ഉടമ ചെറുവണ്ണൂർ സ്വദേശി വാര്യൻകണ്ടി ഷെബീറിന്റെ കാറിന് മുകളിൽ തെങ്ങ് വീണ് കാറ് തകർന്നു. പേരാമ്പ്ര വെള്ളിയോടൻകണ്ടി നിശാന്തിന്റെയും ആലിയുടെയും കാറിന് മുകളിൽ മരം വീണു. പ്രദേശത്തെ മരച്ചീനി, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികളും കാറ്റിൽ നശിച്ചു. പൈതോത്ത് റോഡിൽ അനീഷ് കർമ്മയുടെയും ഫ്രണ്ട്സ് മരമില്ലിന്റെയും ഓടുകൾ കാറ്റിൽ പറന്നു. ടൗണിൽ സ്ഥാപിച്ച കടകളുടെയും ബോർഡുകൾ തകർന്നു. കല്ലോട് ഭാഗങ്ങളിലും കാറ്റുമൂലം നാശനഷ്ടമുണ്ടായി. ഞാൻ പകൽ വീട്ടിലായിരുന്നത് അവിടുന്ന് കാറ്റാടി അനുഭവപ്പെട്ടിരുന്നു. അപ്പം അന്നേരം എനിക്ക് മനസ്സിൽ തോന്നി അങ്ങൊന്നും വീണിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനതും വിട്ട് 4 മണിക്ക് വന്ന് നോക്കുമ്പോൾ കോലാലും തെങ്ങ് ഇങ്ങനെ വീണിക്കും. മേലെയും പോയിക്ക് താഴെയും പോയിക്കും. ഓട് പട്ടിക നല്ല പ്ലാൻ്റെ താക്കോലും ഒക്കെ മുക്കി വെച്ചു. പിന്നെ മുകളിൽ താമസം സൈഡ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.